നമസ്കാരം സാറേ. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ 3 രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് രീതിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. നമ്മുടെ ഫ്ലോർ യൂണിറ്റ്സുകൾ മാത്രമായിട്ട് റീപ്ലേസ് ചെയ്യുന്നു. വോൾ യൂണിറ്റ്സ് ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല. നോർത്ത് സൈഡിൽ ഈ ഫ്രിഡ്ജ് ഞാനൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഡ്രോയർ 35 സെൻറ്റിമീറ്റർ ഹൈറ്റ് വരുന്ന 2 ഡ്രോയർ. ഇത് 3 ഡോർ യൂണിറ്റ് എന്നുള്ളതാണ്. ഇത് നോർമൽ ഒരു സ്റ്റോറേജ് യൂണിറ്റ് ആണ്. ഇങ്ങനെ നടുക്കൊരു ഷെൽഫ് വരും. ഈ യൂണിറ്റ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ കാര്യം എന്നാന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡ്രെയിനേജ് നേരെ സിങ്ക് ഇരുന്ന് ഭിത്തിയിലോട്ട് പോകുന്ന കാരണം ഈ ഒരു ഷെൽഫ് ആ അവൈലബിൾ സ്പേസ് ഗ്യാപ്പിനെ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യും. അതേപോലെ നമുക്ക് അവിടെ സ്റ്റോറേജും കിട്ടും എന്നുള്ള രീതിയിലാണ് ഈ 3 ഡോർ യൂണിറ്റ്. നമുക്ക് ഓരോ യൂണിറ്റും ഇതുപോലെ ക്യാബിനാണ്. ഇത് കണ്ടോ, ഇതുപോലെ മോഡ്യൂൾസാണ് ഓരോ യൂണിറ്റും. അപ്പോൾ ഈ ഓരോ മോഡ്യൂളിനും വേരിയബിൾ മെഷർമെന്റ് കാണും. ഇപ്പോൾ ഈ 3 ഡോറിന്റെ ആണെങ്കിൽ 3 ഡോറിന് നമുക്ക് 1350, 1500, അതായത് 1500 mm, 150 സെന്റിമീറ്റർ. ഇങ്ങനെ ഓരോ യൂണിറ്റിനും വേരിയബിൾ മെഷർമെന്റ് വരും. ഇപ്പൊ ഈ ഡ്രോയർ യൂണിറ്റ് ആണെങ്കിൽ ഡ്രോയറിന് സ്റ്റാർട്ടിങ് ഫ്രം ഇത് കണ്ടോ, 50 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 7, ഇത് എല്ലാം MM കിടക്കുന്നത്. ഞാനത് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്താൽ പറയുന്നത്. 70 സെന്റിമീറ്റർ, 75, ഇങ്ങനെ ഓരോ 5 സെന്റിമീറ്ററിനകത്തും ഈ യൂണിറ്റുകൾ ലെങ്ത് വൈസ് ഇത് ചെയ്തിരിക്കുകയാണ്, സ്റ്റാൻഡർഡൈസ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവിടെ ഡ്രോയർ ഉണ്ട്. ഈ ഡ്രോയർ യൂണിറ്റിന് എപ്പോഴും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. അതായത് ഇപ്പോൾ സാധാരണ ഒരു നോർമൽ മോഡ്യൂൾ ഒരു 20,000 റുപ്പീസ് ആണെങ്കിൽ ഒരു ഡ്രോയർ യൂണിറ്റ് 40,000 റുപ്പീസ് വരും. നേരെ ഡബിൾ വരും. അപ്പം അതിന് ഉള്ള ഈ ഡ്രോയർ യൂണിറ്റ് അഡ്വാൻറ്റേജ് എന്നാന്ന് പറഞ്ഞാൽ, നോർമൽ യൂണിറ്റ് നമ്മൾ താഴോട്ട് സ്ട്രെച്ച് ചെയ്ത് വേണം നോക്കാൻ. ഇതാവുമ്പം അകത്തിരിക്കുന്ന സാധനങ്ങൾ നമുക്ക് കുറച്ചും കൂടി വിസിബിലിറ്റി ആയിരിക്കും. നമുക്ക് കൂടുതൽ ആയാസപ്പെടേണ്ട കാര്യമില്ല. അപ്പം ഫസ്റ്റ് ഡ്രോയർ യൂണിറ്റ്, പിന്നെ 3 ഡോർ യൂണിറ്റ്, അതിനകത്ത് തന്നെ നമ്മൾ സിങ്ക് ഉൾക്കൊള്ളിക്കുന്നു. സിങ്കിന് വേണ്ടി സെപ്പറേറ്റ് യൂണിറ്റ് ഉണ്ട്. പക്ഷെ ഞാൻ അത് ചെയ്യാതെ ഞാൻ പറ്റുന്നത്രയും നമ്മൾ മോഡ്യൂൾസിന്റെ എണ്ണം കുറയ്ക്കുന്നു. അപ്പോൾ ബഡ്ജറ്റ് കുറയുന്നു. ആ ഒരു കൺസെപ്റ്റിലാണ്. അപ്പം മാക്സിമം യൂട്ടിലൈസേഷനും കൂടെ വേണം. അപ്പം അതിനാണ് ആ വലിപ്പമുള്ളത് ഇടുന്നത്. അതായത് ഈ മോഡ്യൂളായിട്ട് ചെയ്തു വരുമ്പോൾ നമ്മൾ എപ്പോഴും ഡിസൈനിങ്ങിനകത്ത് നോക്കുന്നത് മാക്സിമം യൂട്ടിലൈസേഷൻ, നമുക്ക് യൂട്ടിലൈസേഷന് വേണ്ടിയുള്ള എല്ലാ മോഡ്യൂൾസും ഉണ്ടോ. രണ്ടാമത് മിനിമം ക്വാണ്ടിറ്റി. 10 എണ്ണം വെക്കുന്ന സ്ഥലത്ത് 9 എണ്ണം കൊണ്ടുവരാൻ പറ്റുമോ. അപ്പോൾ ഏതെങ്കിലും ഒരു മോഡ്യൂളിന്റെ നെക്സ്റ്റ് മെഷർമെന്റ് എടുത്താൽ ആ ഒരു യൂണിറ്റ് കുറയ്ക്കാൻ പറ്റുമോ. ഇങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഇത് നമ്മുടെ ഹോബിന്റെ നേരെ താഴെ വരുന്ന ഒരു ഡ്രോയർ കട്ട്ലറിക്ക് വേണ്ടിയും, അതേപോലെ താഴത്തെ ഡ്രോയർ 52 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ് വരും. ഞാൻ ഈ 35 എന്ന് ഇവിടെ പറഞ്ഞത് 35 സെന്റിമീറ്റർ ആയി ഷട്ടറിന്റെ ഹൈറ്റ്. ഇത് 52 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ്. ഇത് 17 സെന്റിമീറ്റർ ഷട്ടറിന്റെ ഹൈറ്റ്. അതേപോലെ തന്നെ 2D പുള്ളൗട്ട്, എണ്ണ അതുമാതിരിയുള്ള സാധനങ്ങളൊക്കെ വെക്കാനുള്ള 2D പുള്ളൗട്ട്. ഇതാണ് നോർത്ത് ഈസ്റ്റും സൈഡിൽ. നോർത്ത് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്, ഈ വോളാണ്. നമ്മൾ ഓരോ വോളിനെ ഫേസ് ചെയ്തിട്ടാണ് പറയുന്നത്. ഇപ്പം നോർത്ത് വോളിൽ ഈ യൂണിറ്റ്, അത് കഴിഞ്ഞാൽ ഈസ്റ്റ് വോളിലെ യൂണിറ്റ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ ഇതേപോലെ ഡ്രോയർ ആണ് വെച്ചിരിക്കുന്നത്. ഡ്രോയർ വെച്ചിരിക്കുന്ന കാരണം തന്നെ ബഡ്ജറ്റിൽ കുറച്ച് പ്രൈസിങ് കൂടും. അത് സാധാരണ സ്റ്റോറേജ് യൂണിറ്റ് ആക്കിയാൽ ബഡ്ജറ്റ് കുറയും. ഞാൻ ഡ്രോയർ ഇട്ടിരിക്കുന്ന കാര്യം, ഡ്രോയർ കുറച്ചും കൂടെ ഈസി ആക്സസബിൾ ആണ് എന്നുള്ളതാണ്. ബഡ്ജറ്റ് കുറയ്ക്കാൻ നമുക്ക് അത് കഴിഞ്ഞിട്ട് അത് നോർമലാക്കി മാറ്റണമെങ്കിൽ മാറ്റാം. ഇതാണ് ഒരു 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 പ്ലാൻ. ഇതാണ് ഒരു പ്ലാൻ. ഇനി വേറൊരു പ്ലാൻ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ
ഫ്രിഡ്ജ് നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഈ സൈഡിൽ ഇരിക്കുന്ന യൂണിറ്റ്സ് എല്ലാം എടുത്ത് മാറ്റി നമ്മുടെ ഇപ്പം നിലവിലെ എൽ ഷേപ്പിൽ ഇരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ റീക്രിയേറ്റ് ചെയ്തു. ഇത് ഇവിടെ ഡബിൾ ഡോറ് ഡ്രോയർ യൂണിറ്റ്, സ്റ്റോറേജ് പ്ലസ് സിങ്ക്, കോർണർ യൂണിറ്റ്. കോർണറൊക്കെ നമുക്ക് ഡബിൾ ഡോർ കോർണർ, എൽ ഷേപ്പിലുള്ള കോർണർ ഉണ്ട്. അകത്ത് ഇരുന്ന് മാജിക് കോർണറായിട്ട് പുറത്തോട്ട് സാധനം വരുന്ന പ്രൊഫൈലുകളുണ്ട്. പക്ഷെ ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് നോർമൽ കോർണർ യൂണിറ്റ് ആണ്. ഇത് തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്തോട്ട് ഇങ്ങനെ ഒരു 2 അടിയോളം നമുക്ക് അകത്തോട്ട് സ്പേസ് വരും. അപ്പം അതിനകത്ത് പിന്നെ ഡ്രോയർ ഉള്ളത്, അതിനകത്തൊന്നും മാറ്റമില്ല. 2D പുള്ളോട്ട്. ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം റെഫ്രിജറേറ്റർ മാത്രം. ഇത് വേറൊരു ഡിസൈൻ. ഇത് കഴിഞ്ഞാൽ ഇത് വേറൊരു ഡിസൈൻ. ഇത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് അപ്പം ഇവിടെ വരുമ്പം നമ്മുടെ ഫ്രിഡ്ജിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഫ്രിഡ്ജിനെ നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് നോർത്താക്കി കാണിക്കാം. ഫ്രിഡ്ജിനെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടെ സിങ്ക് കഴിഞ്ഞാൽ കോർണർ യൂണിറ്റ്, സിങ്കിൻ്റെ യൂണിറ്റ്. ഇത് കഴിഞ്ഞാൽ കോർണർ യൂണിറ്റ്. ഇവിടെ കട്ട്ലറിയും താഴെ 52 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ള ഡ്രോയർ യൂണിറ്റ്, 2D പുള്ളൗട്ട്. അപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് ഹോബുണ്ട്, സിങ്കുണ്ട്, റെഫ്രിജറേറ്റർ ഉണ്ട്. കാരണം ഈ റെഫ്രിജറേറ്റർ ഇരിക്കുന്ന ഏരിയ ശരിക്കും ഒരു ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ക്രോക്കറി സ്റ്റോറേജ് സ്പേസ് പോലെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് പകരം അതിനെ ഒരു ഫ്രിഡ്ജിൻ്റെ സ്പേസിലോട്ട് മാറ്റുന്നു. വോൾ യൂണിറ്റ് ഈ സാറിൻ്റെ പ്രോജക്റ്റിനകത്ത് എൻ്റെ ഒരു ഇതാണ്, കാഴ്ചപ്പാടാണ്. അത് അങ്ങനെ തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ആ ക്യാബിനായിട്ട് ക്യൂബായിട്ട് നമ്മൾ തടി ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തടി എടുത്ത് മാറ്റുമ്പം വോൾട്ടേജ് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഗ്രാനൈറ്റ് ഈ നമ്മുടെ യൂണിറ്റിൻ്റെ മേളിൽ എപ്പോഴുമേ നമ്മൾ കസ്റ്റമറോട് പറയുന്നത്, ഈ നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതാണ്, അത് എപ്പോഴുമേ നടക്കാറില്ല. കാരണം ഈ ഓരോ ഗ്രാനൈറ്റ് ആൾക്കാരും ഓരോ രീതിയാണ്. കസ്റ്റമർ നിർബന്ധം പറഞ്ഞാലേ നമ്മൾ പറയുന്ന രീതിയിൽ അവർ ചെയ്യത്തുള്ളൂ. ഇത് കണ്ടോ, ഇതിൻ്റെ മേളിൽ ഇതുപോലെ ഫ്രെയിമാണ് ഞങ്ങളുടെ യൂണിറ്റുകളെല്ലാം. ഓരോന്നും ക്യൂബാണ്.
ഇത് കമ്പനിയുടെ സോഫ്റ്റ്വെയർ അല്ല, ഇത് നോർമൽ സ്കെച്ചപ്പ് ആണ്. ഈ കമ്പനിയുടെ സോഫ്റ്റ്വെയറിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ആശയങ്ങളൊന്നും കാണിക്കാനുള്ള സൗകര്യമില്ല. അപ്പം ഒരു കുറച്ചും കൂടെ വ്യക്തത നമുക്ക് ഈ സ്കെച്ചപ്പിലാണെങ്കിൽ കാണിക്കുന്നത്. ഇതുണ്ട്, ഇതുപോലെ ക്യൂബ് ആയിരിക്കും. അപ്പോൾ ഇതൊരു മോഡ്യൂള്, ഇതൊരു മോഡ്യൂള്, ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ മോഡ്യൂളാണ്. അതൊരു മോഡ്യൂള്, ഇതൊരു മോഡ്യൂള്. അപ്പം ഇങ്ങനെ ഈ ഗ്രാനൈറ്റിൻ്റെ ഈ മോഡ്യൂൾസ് തമ്മിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോൾട്ടിൽ ലോക്ക് ചെയ്തിട്ട് ഈ ഗ്രാനൈറ്റ് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ലേ ചെയ്യുക. അപ്പം വേറെ ഇതൊന്നും ആവശ്യമില്ല. എന്നാ വേറെ ആസ്പെറ്റോ ഷീറ്റോ മൾട്ടിവുഡോ അങ്ങനെ ഒന്നും ഇതിൻ്റെ മുകളിൽ വെച്ച് സ്ട്രെങ്തൻ ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ വോൾട്ടൈൽ ഒട്ടിച്ചിട്ട് വോൾട്ടൈലോട്ട് കൊള്ളിച്ച് വെച്ചാൽ മതി. അതായത് ഇപ്പം എങ്ങനെയാ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ ഈ ഭിത്തിയോട് കൊള്ളിച്ചാണ് ഗ്രാനൈറ്റ് വെച്ചിരിക്കുന്നത്. അതിന്റെ മേളിൽ ഇരുന്നൊരു സപ്പോർട്ടായിട്ടാണ് വോൾട്ടൈൽ ഒട്ടിച്ച് പോയിരിക്കുന്നത്. അപ്പം ഇത് എടുത്ത് മാറ്റുമ്പോൾ വോൾട്ടൈൽ പൊട്ടും. നമ്മുടെ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഒരു 15 വർഷം കഴിഞ്ഞ് സാറ് വീണ്ടും ഇത് റീഡിസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇതൊരു റീപെയിന്റ് ചെയ്യുന്നു. അങ്ങനെ ഇത് ചെയ്താലും ഗ്രാനൈറ്റ് പൊക്കിയെടുക്കുക, യൂണിറ്റ്സുകൾ ഓരോന്നും ഡിസ്മാൻഡിൽ ചെയ്യുക, റീപെയിന്റിങ് ആണെങ്കിൽ റീപെയിന്റിങ്, അതല്ല പുതിയ മോഡ്യൂൾസ് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് അത് എന്നാ പറയുന്നത് ഉപയോഗപ്രദമായിട്ട് വീണ്ടും ഭാവി കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊരു ഭാഗം. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ വരുമ്പം ഞാൻ വെച്ചിരിക്കുന്ന യൂണിറ്റ് ഇതെല്ലാം 60 സെന്റിമീറ്റർ. ഈ യൂണിറ്റുകളെല്ലാം 60 സെന്റിമീറ്റർ ആണ് ഹൈറ്റ്. ഡെപ്ത് 40 സെന്റിമീറ്റർ ഇട്ടിരിക്കുന്നത്. നമുക്ക് 30 ഉണ്ട്, ഞാൻ 40 ആയിട്ടിരിക്കുന്നത്. 40 കുറച്ചും കൂടെ സ്റ്റോറേജ് സ്പേസ് കൂടുതൽ കിട്ടാൻ. ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് 90 ആണ്. 90 ആണ്. ഒരു മിനിറ്റ് സാറേ, ഇത് ഞാൻ ഒന്നും കൂടെ ഇവിടെ സോറി, ഇവിടെ ഞാൻ ഇട്ടിരിക്കുന്നത് 90 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള മോഡ്യൂൾസ് ഇട്ടിരിക്കുന്നത്. 90 സെന്റിമീറ്റർ. ഇത് തന്നെ നമുക്ക് ഇതിപ്പോൾ സോളിഡ് ഡോസ് ആയിട്ടിരിക്കുന്നത്. ഈ സോളിഡ് അല്ലാതെ ഗ്ലാസ് ഡോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് മേളില് ക്രോക്കറി കാര്യങ്ങളെല്ലാം, അതായത് നമ്മൾ ആ ഫ്രിഡ്ജിന്റെ ഭാഗത്ത് വരുന്ന ആ സ്റ്റോറേജ് മുഴുവനും നമുക്ക് ഈ വോളിയൂണ്ടിൽ കൊണ്ടുവരാൻ പറ്റും. ഈ വോളിയൂണ്ട് ശരിക്കും 90 സെന്റിമീറ്റേഴ്സ് ആണ്. എൻ്റെ കറക്റ്റ് വരുമ്പം കണ്ടോ 90 സെന്റിമീറ്റർ ആണ്. ഈ ഗ്യാപ്പ് കണ്ടോ, ഇതിന്റെ താഴെ വരുന്ന ഗ്യാപ്പ്, ഇത് തമ്മിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഒരു 37 സെന്റിമീറ്റർ. ഈ യൂണിറ്റിന്റെ ഇട്ടിരിക്കുന്ന ഹൈറ്റ് കുറച്ച് 812 സെന്റിമീറ്റർ. ഓക്കെ, അത് ഇവിടെ നിന്ന് ലോക്ക് ചെയ്ത് കൊണ്ടുവരാം. അത് ശരിയായി. 812 mm, 81 സെന്റിമീറ്റർ. 81 സെന്റിമീറ്റർ. ഈ ഗ്രാനൈറ്റിന്റെ ഹൈറ്റ് വേറെയാ. ഹൈറ്റ് ഇങ്ങനെ എടുക്കാം. ഇതാണ് ഗ്രാനൈറ്റ് ഒഴിവാക്കിയിട്ട് 810 സെന്റിമീറ്റർ സാറിന് ഇപ്പോൾ കിട്ടുന്നുണ്ട്. 810, 81 സെന്റിമീറ്റർ, 37 സെന്റിമീറ്റർ, 90 സെന്റിമീറ്റർ. അപ്പം ഇവിടെ സ്റ്റോറേജിന്റെ സ്പേസ് അവിടെ നമുക്ക് ഫ്രിഡ്ജ് ഇപ്പൊ വെക്കുന്ന ഭാഗത്ത് നഷ്ടപ്പെടുന്നത് ഇവിടെ ഈസി ആയിട്ട് കിട്ടി. താഴെ ഡ്രോയർ വന്നു. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. ഈ കിച്ചൺ വരുമ്പം ബഡ്ജറ്റ് ഒരു 4 ലക്ഷം രൂപയ്ക്ക് അടുത്ത് പോകും ഈ വോൾ യൂണിറ്റ്സ് എല്ലാം കയറി വരുമ്പം. അപ്പം അത് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ ഇത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിൽ അത് കാണുക. ഓക്കെ, അങ്ങനെ 3 രീതിയിൽ ഞാനിപ്പോൾ സാറിന് ബഡ്ജറ്റ് തരുന്നതെന്ന് പറഞ്ഞാൽ സാർ എന്താണോ ഇൻറ്റിമേറ്റ് ചെയ്തത് ആ മോഡ്യൂളിന് തന്നെ
ഇത് മാത്രം, ഫ്ലോർ യൂണിറ്റ്സ് മാത്രം വെച്ചുള്ള ബഡ്ജറ്റ്. ഇത് ഡ്രോയർ ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഡ്രോയർ അല്ലാതെ അത് സ്റ്റോറേജ് ആയിട്ടുള്ള രീതിയിലും കൂടെ ഒരു ബഡ്ജറ്റ് തരാം. അപ്പം ഞാനിപ്പോൾ അയച്ചു തരാൻ പോകുന്നത് ഈ ഡിസൈനിനകത്ത് ഉള്ളതിൻ്റെ ബഡ്ജറ്റാണ്. ഓക്കെ സാറേ, താങ്ക് യു.